ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പും സ്കേർട്ടുമാണ്. അംബ്രല്ല സ്കേർട്ടാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നൊരു സാരിയാണ്. ഒത്തിരി നാളായിട്ട് ഇവിടെ ഇരിക്കുവാണ്. അതിൻ്റെ അടിഭാഗം പിഞ്ചിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തേലും സ്റ്റിച്ച് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള ലൈനിങ്ങുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അളവ് നോക്കിയാലോ, ഒരു 10 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടി ചെയ്യാം. ഷോൾഡർ 12 അതിൻ്റെ പകുതി. ചെസ്റ്റ് വരുന്നത് 27, 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 7.25. വേസ്റ്റ് വരുന്നത് 24.5, അവിടെ 2 ഇഞ്ച് കൂട്ടാം. ഹിപ്പും 27.5, എല്ലാം 2 ഇഞ്ച് കൂട്ടി അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 7.25 എല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് അതിൻ്റെ തൊട്ടിപ്പുറത്തേത്. ആ 7.25 അരയുടെയും തൊട്ടിപ്പുറത്തെ ഒരു ലൈനാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ആം ഹോൾ വരുന്നത് 14, അതിൻ്റെ പകുതി. സ്ലീവ് വരുന്നത് പഫാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. 4 അരയിലാണ് പഫ് കൊടുക്കുന്നത്. പിന്നെ ഫുൾ ലെങ്ത്ത്, ക്രോപ്പ് ടോപ്പിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത് 15. പാവാടയുടെ ഹിപ്പ് 27 തന്നെയാണ്. പിന്നെ ലെങ്ത്ത് വരുന്നത് 34. നമുക്കൊരു ചെറിയ റഫ് ഫിഗർ വരച്ച് നോക്കാം. അപ്പോൾ ഉടുപ്പിന് 15 വേണം. അപ്പോൾ 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ വെട്ടുന്നത്. പിന്നെ പാവാടയ്ക്ക് ബെൽറ്റ് കൊടുക്കാൻ 3 ഇഞ്ച് കൂട്ടിയിടണം. ബെൽറ്റ് 3 ഇഞ്ച് കൂട്ടിയിട്ടാൽ മാത്രമേ നമുക്ക് 1 ഇഞ്ച് കിട്ടത്തുള്ളൂ. പിന്നെ 1 ഇഞ്ച് പോയി കഴിഞ്ഞാൽ ബാക്കി 33 വേണ്ടത്. 33 വേണമെങ്കിൽ ഒരു 34.5 ഇട്ട് വെട്ടണം. ആടി മടക്കി അടിക്കാനും പിന്നെ ആ പടിയായിട്ട് ജോയിൻറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് വേണ്ടേ. പിന്നെ ഫ്രണ്ട് നെക്ക് വരുന്നത് 4, ബാക്ക് നെക്ക് വരുന്നത് 5. ബാക്കിലൊരു വള്ളിയൊക്കെ വെച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം ടോപ്പിൻ്റെ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. ഷോൾഡർ 6.5, താഴോട്ട് ആം ഹോളിന് വേണ്ടി 5 മാർക്ക് ചെയ്തു. അവിടുത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത് 7.25. താഴോട്ട് വേസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് 10. അവിടെ 6.25. തയ്യൽ തുമ്പ് കൊടുക്കാം. ഞാനിപ്പോൾ 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. താഴോട്ട് നമ്മൾ ഫുൾ ലെങ്ത്ത് തയ്യൽ തുമ്പും കൂട്ടിയെടുക്കുന്നത് 17. അവിടുത്തെ ഹിപ്പ് എന്ന് പറയുന്നത് 7.25. തയ്യൽ തുമ്പ് കൊടുത്തു. ഇതെല്ലാം ജോയിൻ ചെയ്തെടുക്കാം. ഇനി 3.25 നമ്മൾ നെക്ക് കൊടുക്കുന്നത്. അവിടുന്ന് ഒരു 1/2 ഇഞ്ച് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ആം ഹോള് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാവേ. ഇനി മെയിൻ ക്ലോത്തും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പാവാടയുടെ നോക്കാം. പാവാട 27 നമുക്ക് ഹിപ്പ്. ഒരു 4 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 31 ആവും. 31 ഡിവൈഡഡ് ബൈ 8. ടോട്ടൽ നമുക്ക് സാരി 5 മീറ്റർ ഉള്ളതുകൊണ്ടാണ് 8 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 3.25 നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ലൈനിങ്ങും 31 തന്നെയാണ്. 4ആയിട്ടിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. സംതിങ് 2 മീറ്റർ 2.5 മീറ്ററോളമേ ഉള്ളൂ നമ്മുടെ ഈ ലൈനിങ്. അതുകൊണ്ടാണ് 4ആയിട്ടിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി സാരി എങ്ങനെയാണ് മടക്കുന്നതെന്ന് നോക്കാവേ. ആദ്യം ഞാനിത് 2ആയിട്ട് മടക്കിയെടുക്കുവാണ്. ഇതേപോലെ 2ആയിട്ട്. എന്നിട്ട് ഒന്നുകൂടെ മടക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 4 പീസായിട്ട് നമുക്ക് കിട്ടും. ഇതേപോലെ മടക്കിയെടുക്കും. എന്നിട്ട് ഓപ്പൺ വന്ന ആ ഭാഗമില്ല, ഒന്ന് താഴെ ഇട്ട് കാണിച്ചു തരാം.
ഇതേപോലെ. ഇതാണ് വെട്ട് വന്ന സൈഡ്, ഇപ്പുറത്തെ സൈഡ് വെട്ട് വരാത്തത്. ഈ വെട്ട് വന്ന സൈഡ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നേ ഉള്ളൂ. മനസ്സിലാവാത്തവരൊന്ന് സ്ലോ ആയിട്ട് വെച്ചിരുന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് അതിൻ്റെ മുകളിലെ പോർഷനിൽ നിന്ന് നമുക്ക് 3.25 വേണ്ടത്. അവിടെ കറക്റ്റ് വെച്ചിട്ട് 3.25 വേണം. അപ്പോൾ ഒരു 5 ഇഞ്ചിലൊക്കെ ഇതേപോലെ കറക്റ്റ് റൗണ്ടാക്കി കൊടുത്തിട്ട് അളന്ന് നോക്കുക 3.25 കിട്ടുന്നുണ്ടോ. കിട്ടിയില്ലെങ്കിൽ ഇറക്കി ഒന്നുകൂടെ 6 വെച്ചിട്ട് റൗണ്ട് ചെയ്ത് നോക്കുക. അങ്ങനെ കറക്റ്റ് 3.25 നോക്കുക. അവിടുന്ന് താഴോട്ട് നമുക്ക് വേണ്ട ലെങ്ത് എന്ന് പറയുന്നത് 34.5 കറക്റ്റ്. നമ്മൾ ആ റൗണ്ട് ചെയ്തിടത്തു നിന്നും 34 മാർക്ക് ചെയ്യുക. മുകളിൽ നിന്നല്ല, റൗണ്ട് ചെയ്തിടത്തു നിന്ന്, ഇവിടുന്ന് റൗണ്ട് ചെയ്തിടത്തു നിന്ന് 34 മാർക്ക് ചെയ്തിട്ട് മുകളിൽ വെച്ചിട്ട് ഇപ്പം എത്രയാണോ ലെങ്ത് കിട്ടിയത് അവിടേക്ക് റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക. താഴേന്ന് 34 മാർക്ക് ചെയ്തിട്ട് വേണം മുകളിൽ നിന്ന് 34 കിട്ടിയിടത്ത് നിന്ന് നമുക്ക് എത്രയാണോ കിട്ടിയത്, ഇപ്പോൾ സംതിങ് 48ഓളം കിട്ടി, അവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നോക്കുക. ഈ താഴെ നമ്മളിപ്പോൾ 3.25 ചെയ്തില്ലേ, അവിടുന്ന് കറക്റ്റ് നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏറ്റക്കുറച്ചിൽ വരും. കറക്റ്റ് ഈ കോൺ ആയിടത്ത് നിന്ന് കറക്റ്റ് ചെയ്തെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണേ. ആദ്യം താഴത്തെ പോർഷൻ കട്ട് ചെയ്തിട്ട് മാത്രമേ മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്യാവൂ. മുകളിലത്തെ പോർഷൻ കട്ട് ചെയ്തിട്ട് താഴോട്ട് വരുമ്പോഴത്തേനും തെന്നിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിവർത്തുമ്പോൾ നമുക്ക് 2 പീസായിട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. അതായത് വേണ്ട, ആദ്യം ഇതിനെ ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. തുണി 4ആയിട്ട് മടക്കിയിട്ടേക്കുവാണ്. ആദ്യം താഴത്തെ പോർഷൻ ഒന്ന് ലെവലാക്കി സ്ട്രൈറ്റ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് 4.5 വേണ്ടത്. 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് 5. പിന്നെ നമുക്ക് പഫ് ഒന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ഒരു 2 ഇഞ്ച് കൂടെ മേപ്പോട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ 5.5 ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ ഇട്ടരയ്ക്കുക. എന്നിട്ട് നമ്മൾ പൊക്കി കൊടുത്തിടത്തോട്ട് ഒരു 5-6 ഇഞ്ച് വീതിക്ക്, ഇപ്പം ഞാൻ 7 ഇഞ്ച് വീതി എടുത്ത് 7 ഇഞ്ച് വീതിക്ക് പൊക്കി കൊടുത്തു. പിന്നെ ഒരു 16 ഇഞ്ച് വീതിയിൽ മൊത്തത്തിൽ പഫ് ഇട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതേ രീതിയിൽ സ്ലീവിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം ഞാൻ സ്ലീവിന് ലൈനിങ് ഒന്നും ഇടുന്നില്ല. അത്യാവശ്യം കട്ടിയുള്ള തുണിയാണ്, പിഞ്ചൊന്നും പോകത്തില്ല. അതുകൊണ്ട് തന്നെ ലൈനിങ് ഇട്ടെടുക്കുന്നില്ല കേട്ടോ. അതും കട്ട് ചെയ്തെടുത്തു. സെൻറ്ററിൽ ഒരു മാർക്കിങ് കൊടുക്കുക, എപ്പോഴും സെൻറ്റർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാവാടയുടെ പട്ട വെക്കാനായിട്ട് ഒരു 5 ഇഞ്ച് വീതി തുണി എടുത്തു. നീളം 18 എടുത്തേക്കുന്നത്. ഇത് തുണി ഇപ്പോൾ 2ആയിട്ട് മടക്കിയിട്ടേക്കുവാണ് ഞാൻ, അതും എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2ആയിട്ട് മടക്കി 2 സൈഡിലൂടെ മടക്കി അടിച്ചാൽ നമുക്ക് വെക്കാം. ഇനി നെക്ക് നോക്കാം. നെക്ക് 3.25 വീതിയിലാണ്. ഫ്രണ്ട് നെക്ക് ഇറക്കം വരുന്നത് 4, ബാക്ക് നെക്ക് 3.25 വീതിയിലും ഇറക്കം വരുന്നത് 5 നെക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരച്ചെടുക്കാവേ. ഇനി ചെയ്യേണ്ടത് ഒരു ബാലൻസ് തുണിയിൽ ഈ ക്യാൻവാസ് ഒന്ന് നമുക്ക് 3 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ, ബാക്ക് സൈഡ്. അപ്പോൾ ഇനി ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ പാർട്ട് 2 ആയിട്ട് സ്റ്റിച്ചിങ് വീഡിയോ ഇടാവേ. വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകുന്നു. അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് 4 GB എങ്കിലും എടുക്കുന്നു. അതാണ് ഞാൻ സ്പീഡിൽ അപ്ലോഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ കുറേ പരാതികൾ വരുന്ന കാരണം പാർട്ടായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് പാർട്ടായിട്ട് തരാം. ബൈ.